ഇബ്രാഹിം ആകെ ചെലവായിക്കൊണ്ടിരിക്കയാണ് അല്ലെ ഇബ്രാഹിമേ? ചെലവുണ്ടെന്ന് എല്ലാരും പറയണല്ലേ? ചെലവ് ആയിക്കൊണ്ടിരിക്കാണ്. വണ്ടി ഓടിയിട്ടില്ല അല്ലേ? എല്ലാവർക്കും ചെലവായിട്ടില്ലേ? വണ്ടിയൊക്കെ ഓടിക്ക്. എന്റെ അകത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്ക്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക എല്ലാരും. ഓക്കെ, ഇതാണ്ടാ ഞാൻ പറഞ്ഞില്ല, വളരെ നോർമൽ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മുടെ ബജാജ് RE ഇലക്ട്രിക് ഓട്ടോയുടെ ഫുൾ അപ്പോൾസറി വർക്ക് വളരെ ലളിതമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം വെയിറ്റ് ഒന്നും കയറ്റാതെയും പിന്നെ അതുപോലെ തന്നെ ആംഗ്ലെയർ കൊടുക്കാതെയും. മുരളി എന്തായാലും വർക്ക് നല്ല നോർമൽ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന്. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ, ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കിൽ കൊടുക്കുന്ന ഓട്ടോറിക്ഷ ഏതെന്ന് നോക്കിയ ബജാജ് RE ഇലക്ട്രിക് ഓട്ടോ. കഴിഞ്ഞ ദിവസം ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഇബ്രാഹിമിന്റെ ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെ, ബജാജ് RE ഇലക്ട്രിക് ഓട്ടോയുടെ അപ്പോൾസറി വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡി വർക്ക്, അതായത് തകിടും ആംഗ്ലെയറൊക്കെ വെച്ചിട്ടുള്ള ബോഡി വർക്ക് കമ്പനി പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടിക്ക് വെയിറ്റ് കൂടി മൈലേജിനെയൊക്കെ ബാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷീറ്റ് മാത്രമേ ഇതിൻ്റെ മൂലയിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോ എടുക്കുകയാണെങ്കിൽ മാക്സിമം ആംഗ്ലെയറും തകിടൊക്കെ വെച്ച് പണിയാതിരിക്കുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് മൈലേജ് വേണമെങ്കിൽ. ഇബ്രാഹിമിൻ്റെ ഈ ഓട്ടോറിക്ഷ എങ്ങനെയാണ് പണിതേക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇബ്രാഹിം, നമ്മുടെ ഓട്ടോറിക്ഷയുടെ അപ്പോൾസറി വർക്കൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലേ? ഇതിന്റെ ഷീറ്റ് വെച്ച് വല്ല വർക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഷീറ്റ് വെരി സിമ്പിൾ ആയിട്ട് രണ്ടാം മൂലയിൽ മാത്രം മൂല എവിടെ കൊടുത്തിരുന്നു കാണിച്ചു തരുമോ? അത് ഇവിടെ ആ മൂലയിൽ ഈ മൂലയില് അതുപോലെ തന്നെ ഈ മൂലയിലും എന്താ കണ്ട അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു തകിട് മാത്രമല്ലേ? രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ആംഗ്ലെയർ ഒന്നും വെച്ചിട്ടില്ലല്ലോ? ഇല്ല, അത് കമ്പനി പറയണില്ല. കമ്പനി മൈലേജ് കുറയുമെന്ന് പറഞ്ഞു. അതെ അല്ലേ? മാക്സിമം സിമ്പിൾ ആയിട്ട് എത്ര കുറക്കാൻ പറ്റുമോ അത്രയും. ആ മൂലയില് തകിട് വെക്കാൻ കാരണം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മൂലയിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തകിട് വെച്ചാണ്. വേറെ ഒരു വർക്കും ചെയ്തിട്ടില്ല. പിന്നെ അതെ, മുകളിൽ ഇങ്ങനെ ഫോം വെച്ചിട്ടുണ്ട്, ചൂട് അടിയിലേക്ക് അടിക്കാതിരിക്കാൻ. പിന്നെ പിന്നെ ഇന്നർ ഇതേ വളരെ സിമ്പിൾ ആയിട്ടാ, വളരെ സിമ്പിൾ ആയിട്ടാണ് ഇന്നർ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്താ പിന്നെ സീറ്റിന്റെ ഒന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റ് ഓൾറെഡി നല്ല ഷേപ്പുള്ള സീറ്റാണല്ലേ? അഡ്രസ് ഒക്കെ ചെറിയ രീതിയിൽ അഡ്രസ്റ്റ് ഒക്കെ കൊടുത്ത് നല്ല ചെറിയ ഷേപ്പൊക്കെ ചെയ്തിട്ടുള്ള സീറ്റാണ്. അതുപോലെ ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ കണ്ട ഇവിടെയൊക്കെ നല്ല ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. സീറ്റ് വർക്കൊന്നും ചെയ്യില്ലല്ലോ? സീറ്റ് വർക്കൊന്നും ചെയ്യില്ല കേട്ടാ. ഓട്ടം തുടങ്ങിയില്ലല്ല അല്ലേ? ഓട്ടൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോ നമുക്കൊരു വീഡിയോ കൂടി തന്നെ കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്ക് നോക്കിയേ. എന്താ ഇവിടെ ഒരു പ്ലൈവുഡ് വെച്ചിട്ടുണ്ട് അല്ലേ? പ്ലൈവുഡ് ആൾക്കാർ ചാരുമ്പോ പുറത്തേക്ക് തള്ളാതിരിക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ കമ്പനി പടുത്ത് തന്നെ ഇടാൻ പോണേ കേട്ടാ മുകളിലേക്ക്. ഓക്കെ, കമ്പനി പടുത്ത് തന്നെയാണ് ഇടുന്നത്. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കമ്പനി പടുത തന്നെ ഇതിന് സൂട്ടാകും. എന്താ കമ്പനി പടുത നല്ല ക്വാളിറ്റി പടുത കേട്ടാ. ഇവിടെ പടുത എന്ന് പറയും, ചില സ്ഥലത്ത് വുഡ് എന്ന് പറയും, പിന്നെ ചില സ്ഥലത്ത് ഷീറ്റ് എന്ന് പറയും. എന്താ ഇതൊന്ന് വലിച്ചൊന്ന് സ്ക്രൂ ചെയ്യണോ അല്ലേ? വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊന്ന് വലിച്ചൊന്ന് സ്ക്രൂ ചെയ്യണം.
ഈ അപ്പോൾസറി വർക്ക്ഷോപ്പിന്റെ ഉടമയും പിന്നെ നമ്മുടെ ഓട്ടോയുടെ വർക്ക് ചെയ്യുന്ന മുരളിയോട് അപ്പോൾസറി വർക്കിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. മുരളി, നമ്മുടെ വണ്ടിയുടെ വർക്ക് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്? സാറേ പിന്നെ അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്നർ വർക്കാണ് ഇപ്പൊ ആദ്യം ചെയ്തേക്കുന്നത്. ഇന്നർ ഫോട്ടോ എടുത്തേക്കുന്നത് ഇതാണ് ഇപ്പൊ. ഇത് മുരളി ചെയ്ത വർക്കാണ്. അതെ അതെ. ഈ വർക്ക് മുരളി ചെയ്താണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. അധികം കോസ്റ്റ് വരുന്നില്ല. വളരെ എളുപ്പമായിട്ട് ചെയ്യാം. മറ്റുള്ള വണ്ടിനെക്കാട്ടൊക്കെ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു നല്ല ക്ലോത്ത് ആണ്. നല്ല റെക്സിനാണ് ഇട്ട് ചെയ്തേക്കുന്നത്. അതല്ലേ? റെക്സിനാണല്ലേ? റെക്സിനാണ് ഉള്ളിൽ ഇട്ട് ചെയ്തേക്കുന്നത്. പിന്നെ റെക്സിനാണ് ട്ടാ. എനിക്ക് കുറച്ച് കൂടിയ ടൈപ്പാണ്. കൂടിയ ടൈപ്പ്. പിന്നെ അവിടെ ഒരു 2 തകിടിന്റെ കഷ്ണം അടിച്ചിട്ടുണ്ട്. ആ മൂലക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മൂലക്ക് 2 തകിട് കൊടുത്തിട്ടുണ്ടല്ലേ? ഈ തകിട് കൊടുത്തേക്കണ എന്താ മുരളി? അതായത് ആ മൂലയുടെ ചുളുക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? ഓക്കെ. ഇവിടെ ഇങ്ങനെ കണ്ട. അതെ അതെ. ഈ മൂല അല്ലേ? ഈ മൂലയിൽ ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് കമ്പനിയുടെ ടോപ്പാണത്. ഇത് വലിച്ച് ടൈറ്റ് ചെയ്ത് ഇവിടെ ചാനൽ വെക്കും. ഇവിടെ ചാനൽ വരും അല്ലേ? ഇവിടെ ചാനൽ വെച്ചിട്ട് ഇവിടെ മറ്റേ വീഡിങ് വെച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കമ്പനി കൊടുത്തിരിക്കുന്ന പടം തന്നെയായിട്ട്. അതെ അതെ. ഇത് വലിച്ചടിച്ച് ടൈറ്റ് ചെയ്ത് ഇവിടെ നെറ്റിപ്പട്ടുണ്ട്. അതൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് കൊടുക്കും അല്ലേ? അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് കഴിയുമ്പോ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോ തന്നെ. ഓക്കെ, എന്നാ വർക്ക് എടുക്കട്ടെ. നിങ്ങളുടെ വർക്കിന് ഇനി സ്ലോ ആവണ്ട. പെട്ടെന്ന് കൊടുക്കണോ അല്ലെ? ഓടാൻ തയ്യാറായിട്ടിരിക്കണേട്ടാ അല്ലേ? ഓടാൻ കൊതിയാവണ്ട. വീഡിയോ അതല്ലേ? അപ്പൊ പുതിയ വണ്ടി പണി കഴിഞ്ഞ് ഓടണോ അല്ലേ? പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അല്ലേ ഓടിക്കുമ്പോ അല്ലേ? എന്തായാലും പെട്ടെന്ന് ഓടാൻ കഴിയട്ടെ കേട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു നാളെ തൊട്ട് ഓടാൻ പറ്റും തോന്നുന്നല്ലേ? നാളെ ഓടാൻ പറ്റൂല്ലേ? I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who got me negative. You shouldn't be getting into it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages of vacant. നമ്മുടെ ഓട്ടോയുടെ അപ്പോൾസറി വർക്കൊക്കെ ഏകദേശം കഴിയാറായിട്ടാ. രണ്ടുപേരും നല്ല തകൃതിയായിട്ട് നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോയുടെ ഓണർ ഇബ്രാഹിം ഓട്ടോയ്ക്ക് ചുറ്റും കിടന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കേട്ടാ. എന്താ നോക്കിയേ, ഇബ്രാഹിമിനോട് ചെലവുണ്ടെന്നൊക്കെ കേട്ടാ പറയണത്. ഇബ്രാഹിം ആകെ ചെലവായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇബ്രാഹിമേ? ചെലവുണ്ടെന്ന് എല്ലാരും പറയണല്ലേ? ചെലവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിയിട്ടില്ല അല്ലേ?
എല്ലാവർക്കും ചെലവ് ഉണ്ടല്ലോ. വണ്ടിയൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ചെലവ് ചെയ്യാന്നാണ് ഇബ്രാഹിം പറയണത്. ഈ പുള്ളിയെ നമ്മ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടാ. പുള്ളി മുരളിച്ചേട്ടന്റെ ഹെൽപ്പറാണ് അല്ലേ? പേര് പറഞ്ഞോ? ജസ്ലിൻ. എന്തായാലും ജസ്ലിന്റെ വർക്ക് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേണത്. അടിപൊളിയായിട്ടുണ്ട് വർക്ക്. ആ മുഖത്തിന്റെ ഇത് നോക്കി, ഭാവം നോക്കി, നല്ല സന്തോഷം അല്ലേ? ഹാപ്പി അല്ലേ? ആ, വളരെ ഹാപ്പിയാണ്. വർക്കില് വളരെ ഹാപ്പിയാണല്ലേ? ആ മുരളി, നമ്മുടെ ഓട്ടോയുടെ അപ്പോൾസറി വർക്കൊക്കെ കഴിഞ്ഞു, വളരെ നോർമൽ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ സാറേ, അതെ അതെ അതെ. എന്തായാലും സാറ് നോക്ക്, അതിന്റെ അകത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്ക്, എന്നിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക എല്ലാരും. ഓക്കെ, ഇതാണ്ടാ ഞാൻ പറഞ്ഞു നോർമൽ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ, നമ്മുടെ ഐഡിയയില് അതെ, ഐഡിയയിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തകിട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തകിട് കൊടുത്തപ്പോ നല്ല ബാക്ക് നല്ല ഫിനിഷിംഗിൽ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നല്ല ഫിനിഷിംഗിൽ വന്നേക്കണാണ്. പിന്നെ കണ്ട ഇവിടെ ഒരു സ്പോയിലർ പോലെ നല്ല തള്ളി നിൽക്കുന്നത് ആയിട്ടുണ്ട് അല്ലേ? ആ തള്ളി നിൽക്കുന്ന നല്ല ലുക്ക് ആയിട്ടുണ്ട്. വേറെ വണ്ടിക്കൊന്നുമില്ല, വേറെ വണ്ടിക്കൊന്നുമില്ല. പിന്നെ ഇവിടെ ഇത് ശരിക്കും ചില വണ്ടികളിലൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയും. ഇപ്പൊ നമ്മ ഇത് കട്ട് ചെയ്ത് കളയില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തളരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മ ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക് കൊടുക്കാൻ പോണേന്. അപ്പൊ സ്റ്റിക്കർ വർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല അല്ലേ? പിന്നെ ബീഡിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഫ്രണ്ട് കാണിക്കാം. ബീഡിങ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ടോപ്പൊക്കെ നല്ല വലിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അവിടെ ചെറിയൊരു നെറ്റിയിൽ ചെറിയൊരു ഡിസൈൻ റെഡ് ആ കമ്പനിയുടെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ നെറ്റ് കമ്പനിയുടെ തന്നെ അല്ലേ? നെറ്റിയുടെ റെക്സിം എന്ന കമ്പനിയുടെ തന്നെയാണ്. അപ്പൊ എല്ലാം വളരെ നോർമൽ രീതിയിൽ നല്ല ഭംഗിയായിട്ട് മുരളി ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തിട്ടാ, എങ്ങനെയുണ്ടെന്ന്. മുരളി എന്തായാലും വർക്ക് നല്ല നോർമൽ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് അമൃത റൂട്ടിൽ വരുമ്പോൾ സൊസൈറ്റി പടി ഉണ്ട്. സൊസൈറ്റി പടിയിലാണ്. അതിന്റെ നേരെ മുമ്പിൽ തന്നെ ഒലീവിന്റെ ഫ്ലാറ്റും അതുപോലെ തന്നെ ഒരു തൈക്കാവും ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വർക്ക്ഷോപ്പാണ് കേട്ടാ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മുരളി ഇപ്പൊ പറയാൻ പോണത് ലേബർ ചാർജ് മാത്രം കേട്ടാ. മെറ്റീരിയലൊക്കെ നമ്മളാ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും. ഇത് നോർമൽ രീതിയിലുള്ള മെറ്റീരിയൽ ഇട്ടൊക്കെയാണ് പണിതേക്കുന്നത്. മുരളിയുടെ റേറ്റ് എത്രയെന്ന് പറഞ്ഞു? ഇത് ഇത്രയും വർക്ക് ചെയ്തിട്ട് അതായത് എന്റെ ലേബർ മാത്രം 2500 രൂപയാണ് ലേബർ വന്നിരിക്കുന്നത്. ഇത് എത്ര ദിവസം കൊണ്ട് തീരും? അതായത് ശരിക്കും ഒരു ദിവസം മതി. പക്ഷെ ഇന്നലെ മഴയുടെ പ്രശ്നമായതുകൊണ്ട് 2 ദിവസം പിടിച്ചു. 2 ദിവസം എടുത്ത് അല്ലേ? ഇത് ലേബർ ചാർജ് മാത്രം പറഞ്ഞത്, വേറെ എക്സ്ട്രാ പൈസ ഒന്നും ആവില്ല. അതൊക്കെ നിങ്ങളുടെ അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരളിയുടെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കട്ടെ. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചിട്ട് വരിക അല്ലെ? ഇങ്ങനത്തെ വർക്ക് താല്പര്യമുള്ളവർ വിളിച്ചിട്ട് വരിക. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ ഇഷ്ടാനുസരണം പുള്ളി പണിത് തരും കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി അതുപോലെ ചെയ്ത് തരും. പിന്നെ ഇവിടുത്തെ നെറ്റിയിലൊരു കാവടി മരത്തിന്റെ അല്ലെ, അതൊക്കെ നിങ്ങൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരണം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ഓട്ടോറിക്ഷ ഒക്കെ എടുത്ത് അപ്പോൾസറി വർക്കൊക്കെ ചെയ്യാൻ നടക്കുന്നവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോകൾ കാണുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കോട്ടെ. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ. ഓക്കെ.